ഏത് തരം ഭക്ഷണം ആവാം എന്നുള്ളത്, എത്രയാവാം എന്നുള്ളത്, ഇതൊരു കണക്കും ഇല്ലാതെ നിന്ന് ഭക്ഷണം കഴിക്കുക, നടന്ന് ഭക്ഷണം കഴിക്കുക, ഒരു തരത്തിലും മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയാത്ത തരം ഭക്ഷണം കഴിക്കുക, മനുഷ്യന് ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുക. എല്ലാ ജന്തുക്കളും വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴാണ്? വിശക്കുന്നതാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം. നമ്മളിത് ക്ലോക്കിൽ വെച്ച ഘടികാരാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം. അന്ന് മുതൽ രോഗം ആരംഭിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുറച്ചൊരു വിവേകം നമുക്ക് വേണ്ടേ? നമ്മൾ ഈ പാക്ഡ് ഫുഡുകളെ അധികം ആശ്രയിക്കുന്നു, ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് അധികം ആശ്രയിക്കുന്നു, കൃത്രിമമായിട്ടുള്ള പാനീയങ്ങൾ അധികം കുടിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ മാലിന്യം കൂടി വരും. അപ്പോൾ ഈ ശരീരത്തിൽ മാലിന്യം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നേരെയാക്കാൻ കഷ്ടപ്പെടും. സാധിക്കാതെ വരുമ്പോൾ രോഗമായിട്ട് പുറത്തു വരും. ഈ ജീവിത ശൈലിയിൽ വന്ന വ്യതിയാനങ്ങളെ കൊണ്ടാണ് ഇന്ന് ഏറ്റവും അധികം രോഗങ്ങൾ. നമ്മൾ പെട്ടെന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരിക ഒന്നുകിൽ ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷൻസ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ പ്രമേഹം, അല്ലെങ്കിൽ ക്യാൻസർ, ഇതൊക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കേവലം സൊമാറ്റിക് ആയിട്ട് വരുന്നത് മാത്രമാണ്, ശാരീരികമായി വരുന്നത് മാത്രമാണ്. ജീവിതശൈലി വ്യതിയാനം കൊണ്ട് മനുഷ്യന് ഏറ്റവും അധികം സ്ട്രെസ്സാണ് കൂടുന്നത്. മാനസികമായ സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ, മാനസികങ്ങളായ കാരണങ്ങളെ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് ബാക്കിയെല്ലാം. സൈക്കോസൊമാറ്റിക് എന്ന് നമ്മളൊരു വിഭാഗം പറഞ്ഞാലും എല്ലാം മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിന്റെ സമത നമുക്കുണ്ടോ? ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ടിരിക്കാം. എന്തെല്ലാമോ വെട്ടിപ്പിടിക്കാനുള്ള ത്വരകൾ, ഒരു ശാന്തിയും സമാധാനവും കണ്ടെത്താത്ത ജീവിത ശൈലികൾ,